ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു 20 മിനിറ്റോളം സമയം ഒന്ന് രണ്ട് വേദഭാഗങ്ങളെക്കുറിച്ച് വേഗത്തിൽ ചിന്തിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥന മഹോത്സവത്തിന് ആധാരമായി കർത്താവിൻ്റെ ദാസൻ ഇവിടെ പ്രതിപാദിച്ച ദൈവത്തിൻ്റെ വചനം കൊലോസ്യ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു. ആ വാക്യം ഈ രാത്രിയിൽ ശ്രദ്ധേയമാണ്. അതൊരു സാധാരണ നിലവാരത്തിലുള്ള ഒരു പ്രാർത്ഥന എന്നതിനേക്കാൾ അത് ആഴമായ ആത്മദാഹമുള്ള ഒരു ദൈവഭക്തന്റെ പ്രാർത്ഥനയാലുള്ള യുദ്ധത്തെ സൂചിപ്പിക്കുകയാണ്. തിരുവചനത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധേയമായ ചില പ്രാർത്ഥനകൾ ഇന്ന് രാത്രി ധ്യാനിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നിലവാരത്തിൻ്റെ പുരോഗതിക്ക് നമ്മളെ സഹായിക്കും. നമുക്കേവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് ഹന്നയുടെ പ്രാർത്ഥന. അത് കേവലം ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ നടത്തിയ വിലാപമായിരുന്നില്ല ആ പ്രാർത്ഥന. അതിനേക്കാൾ അർത്ഥവും ഗൗരവവും ഹന്നയുടെ പ്രാർത്ഥനയ്ക്കുണ്ട്. കാരണം ഹന്ന ദൈവസന്നിധിയിൽ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകം യഹോവയുടെ സന്നിധിയിൽ നിവേദിക്കാൻ എനിക്കൊരു തലമുറയെ വേണമെന്ന്. കേവലം ഒരു സ്ത്രീയുടെ തലമുറയില്ലായ്മ പരിഹരിക്കാൻ നടത്തിയ ഒരു പ്രാർത്ഥനയല്ല ഹന്നയുടേത്. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ആഴമായ ദർശനമുണ്ട്. ആഴമായ ദർശനം അവളുടെ അധരത്തിൽ നിന്ന് വെളിപ്പെട്ട പ്രാർത്ഥനാ വാചകങ്ങളിൽ രേഖപ്പെടുത്തി. യഹോവയ്ക്ക് നിവേദിക്കാൻ എനിക്കൊരു തലമുറയെ വേണം. യഹോവയ്ക്ക് നിവേദിക്കാൻ എനിക്കൊരു തലമുറയെ വേണമെന്ന് ഹന്ന ഹൃദയം കൊണ്ട് വിലപിക്കുമ്പോൾ സാഹചര്യങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കാമോ? ദൈവത്തിന്റെ വചനം ദുർലഭമായി വരുന്ന ഒരു കാലഘട്ടം, ദർശനമില്ലായ്മയുടെ ഒരു അനുഭവം. ഒരു കാലത്ത് ദൈവദത്തമായ ദർശനങ്ങളും ആലോചനകളും പങ്കുവയ്ക്കാൻ നിയുക്തരായി മാറിയ ഏലിയെ പോലെയുള്ള ബഹുമാന്യർ നിദ്രയിലേക്ക് വഴുതി വീണ കാലഘട്ടത്തിൽ എത്ര സുന്ദരമാണ് ആ ഭാഗങ്ങൾ. ദർശനം മങ്ങി ഉറങ്ങാൻ പോയ ഏലിയുടെ ചാരത്ത് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പിടഞ്ഞ ഹന്നയുടെ ഉദരത്തിൽ ദൈവം നിക്ഷേപിച്ച സാമുവൽ എന്ന് പറയുന്ന തലമുറയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദർശനം മങ്ങി ഉറങ്ങിയ ഏലിയുടെ ചാരത്തല്ല സാമുവൽ കിടന്നത്. വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ആലയത്തിന്റെ അകത്ത് അണയാത്ത ദീപം പെട്ടകത്തിന്റെ ചാരത്തേക്ക് ഒരുവൻ മാറി. എനിക്ക് മക്കളെ തരിക, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ റാഹേലുണ്ട്. സ്കോട്ട്ലൻഡിനെ എനിക്ക് തരിക, ഇല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ ജോൺ നോക്സ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിച്ചവർ എന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഇന്ന് രാത്രി പരിശോധിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ പലതും സ്വയം കേന്ദ്രീകൃതവും സ്വാർത്ഥത നിറഞ്ഞതുമാണ്. നമുക്കൊരു തലമുറയുടെ എഴുന്നേൽപ്പിനു വേണ്ടി വിലപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി നാം സമർപ്പിക്കേണ്ടത് ദർശനം മങ്ങിപ്പോകുന്ന ഒരു തലമുറയുടെ അനുഭവങ്ങളുടെ നടുവിൽ
അധികാരങ്ങളെ വാഴിക്കാൻ യഹോവയുടെ ഹിതപ്രകാരമുള്ള ദൈവിക അധികാര മണ്ഡലങ്ങളിൽ ഒരു വറ്റത്തെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു തലമുറ ഇനിയും എഴുന്നേൽക്കേണ്ടതിന് ഇന്ന് രാത്രി ഹൃദയ വ്യഥയോടെ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ആത്മാവ് നമുക്ക് തരുന്നുണ്ടോ? അതാ ഹന്നയുടെ പ്രാർത്ഥന. ആ ഹന്നയുടെ പ്രാർത്ഥന വാസ്തവത്തിൽ എഴുന്നേൽപ്പിച്ചത് അധികാരങ്ങളെ അഭിഷേകം ചെയ്യുന്ന ഒരു തലമുറയെയാണ്. ആ എഴുന്നേറ്റ് വന്ന സാമുവേലിനെ കുറിച്ച് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ ഒരു രാത്രി മുഴുവനും കരഞ്ഞു. സാമുവേലിനോട് ചോദിക്കേ, സാമുവേലെ, നീ എന്തിനാ ഈ രാത്രി മുഴുവനും കരയുന്നത്? നിനക്ക് വേണ്ടിയാണോ? സാമുവേലിന്റെ മറുപടി, എനിക്ക് വേണ്ടിയല്ല. പിന്നെ എന്തിനാ ഞാൻ കരയുന്നത് അറിയാമോ? യഹോവയുടെ തിരുഹൃദയത്തിൽ വ്യാപരിക്കുന്ന ദുഃഖം തമ്പുരാൻ പറഞ്ഞു തന്നു. അത് പറഞ്ഞു തന്നത് ഞാൻ അവനെ അധികാരസ്ഥാനത്താക്കിയതിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടെന്ന യഹോവയുടെ സങ്കടത്തിന്റെ വർത്തമാനം അതേപടി ഏറ്റെടുത്തപ്പോഴാണ് പ്രവാചകൻ അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതിരുന്നത്. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് തിരുനിവാസത്തിങ്കിലേക്ക് കയറിച്ചെല്ലാൻ ഇന്ന് രാത്രി ദൈവം ഒരുക്കുന്ന ഈ വിശുദ്ധ മുഹൂർത്തത്തിൽ നാം എന്താ ചെയ്യേണ്ടത്? തമ്പുരാന്റെ തിരുഹൃദയത്തിന്റെ വേദനകൾ തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, ആമേൻ, ആ നിയോഗമുള്ള പലതും ഇപ്പോഴും വനാന്തരത്തിൽ കിടക്കുന്നു എന്ന വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റും. വാസ്തവത്തിൽ രംഗത്ത് വന്ന പലതിനെയും ആമേൻ ഇവന്റെ മേൽ ആമേൻ അഭിഷേകം പകരുക എന്ന് ഈ ലോകത്തിന്റെ അപ്പന്മാർ പറഞ്ഞപ്പോഴൊന്നും ആമേൻ ഒരു രാത്രി മുഴുവനും കരഞ്ഞ സാമുവേലിന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ചെരിഞ്ഞില്ല. എന്നെ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ, ഒരു രാത്രി മുഴുവനും തമ്പുരാന്റെ തിരുഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായ സാമുവേലിന്റെ കയ്യിൽ കൊടുത്തത് അവന്റെ ശിരസിലേക്കുള്ള തൈലം മാത്രമായിരുന്നില്ല, ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാനുള്ള തൈലം നിറച്ച തൈലക്കൊമ്പിന്റെ കൈമാറ്റമാണ് നടന്നത്. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള തൈലത്തിന്റെ പകർച്ചയ്ക്ക് വേണ്ടിയാ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ ഹൃദയനൊമ്പരമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇതിനകത്ത് ഇന്ന് രാത്രി എഴുന്നേറ്റാൽ അവന്റെ ശിരസിലേക്ക് തൈലമല്ല പകരുന്നത്, ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാനുള്ള തൈലം നിറച്ച തൈലക്കൊമ്പാണ് ദൈവത്തിന്റെ ആത്മാവ് പകരാൻ പോകുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ, ഇതെല്ലാം നമുക്ക് സുപരിചിതമാണ്. പ്രവാചകന്റെ മുൻപിൽ വരിവരിയായി നിൽക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി അപ്പൻ വിളിച്ചു പറയുന്നുണ്ട്, ഇവന്റെ മേൽ ആ തൈലക്കൊമ്പ് ചരിക്കാൻ. ശ്രദ്ധിക്കണം, ഈ ലോകത്തിന്റെ അപ്പന്മാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ചെരിയാഞ്ഞത് എന്തുകൊണ്ടെന്നറിയാമോ? ഒരു രാത്രി മുഴുവനും തമ്പുരാന്റെ പാദപീഠത്തിങ്കൽ വിലപിച്ചു പ്രാപിച്ച ഒരു തൈലക്കൊമ്പ നിന്റെ പക്കൽ ഉള്ളതെങ്കിൽ അപ്പന്മാരുടെ ആമേൻ ശുപാർശ അനുസരിച്ച് ഒരുവന്റെ തലയിലേക്ക് അത് ചെരിയത്തില്ല. അവൻ അന്നേരവും കാത്തിരുന്നത് വനാന്തരത്തിലാണെങ്കിലും ദൈവം നിശ്ചയിച്ച നിറമുള്ളവൻ അവന്റെ മുൻപിൽ വരുന്നത് വരെ പ്രവാചകന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ചെരിഞ്ഞില്ല. എന്നെ ശ്രദ്ധിക്കണം, യോഗത്തിൽ വരുന്ന മുഴുവൻ ആമേൻ വ്യക്തികളുടെ ശിരസിന്റെ മേലും പകരാനുള്ള തൈലക്കൊമ്പല്ല ആമേൻ പ്രാർത്ഥനയിൽ പോരാടി എഴുന്നേറ്റ് വരുന്നവന്റെ കയ്യിൽ സ്വർഗം പകരുന്നത്. അത് ദൈവം കൽപ്പിച്ച നിറമുള്ളവൻ വന്നാൽ രാത്രി മുഴുവനും കരഞ്ഞവൻ ആ നിറമുള്ളവനെ തിരിച്ചറിയാൻ കഴിയും. ആ നിറമുള്ളവന്റെ മേൽ പകരുന്ന തൈലം നിറച്ച തൈലക്കൊമ്പാണ് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തത്. ആമേൻ. അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ തിരുവചന പുസ്തകത്തിന്റെ താളുകളിലുണ്ട്. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ കാണുന്നില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ഒരു ദുഃഖമുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. യാക്കോബ് പറഞ്ഞ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കും ഒരു മധുരമുണ്ട്. അത് ദൈവത്തിന്റെ അധികാരത്തിന് വിരോധമായി ചലിക്കുന്ന തേരിന്റെ മുൻപാകെ ഓടുന്ന
ആമേൻ ഒരു ആത്മപകർച്ചയാണ് പ്രവാചകൻ ഏറ്റെടുത്തത്. ഈ ലോകത്തിന്റെ അധികാരങ്ങൾ ചലിക്കുന്ന തേരിന്റെ പിറകെ ഓടുന്നവനായിരുന്നില്ല പ്രാർത്ഥനാ മനുഷ്യൻ. ആമേൻ, അവൻ ആ അധികാരങ്ങളുടെ തേരിന്റെ മുന്നേ ഓടുന്ന പ്രാർത്ഥനാ മനുഷ്യനാ. ഇന്ന് രാത്രി ശ്രദ്ധിക്കു പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പല അധികാരങ്ങളുടെ തേരിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി പ്രാർത്ഥനയ്ക്കായി എരിവോടെ എരിയാൻ മനസ്സുണ്ടെങ്കിൽ ആമേൻ ചില തേരുകളുടെ മുന്നേ ഓടിക്കുന്ന ആമേൻ ഒരു ആത്മാവിനെ നമ്മുടെ മേൽ പകരാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മളൊക്കെ ഇതുവരെ ഓടിയത് ആമേൻ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിരോധമായി ചിന്തിക്കുന്ന ആമേൻ ചില അധികാരികൾ ഇരുന്ന തേരിന്റെ പിന്നാലെ. ആ ഓട്ടത്തിന് ഗേഹസിയുടെ ഓട്ടവുമായി വളരെ സാമ്യമുണ്ട്. അവനൊരു വസ്ത്രമോ ആമേൻ വെള്ളിയോ ധനമോ ഒക്കെ അവന്റെ ആഗ്രഹം. അത് തേരിന്റെ പിന്നാലെ ഓടുന്നവൻ പ്രാപിക്കുന്നതാ. എന്നാൽ തേരിന്റെ മുന്നാലെ ഓടാനുള്ള ബലം പ്രാപിച്ചവന്റെ മുൻപിൽ തുറക്കപ്പെടുന്നത് ആകാശത്തിന്റെ കിളിവാതിലുകളും ആമേൻ സ്വർഗീയ അഗ്നിയുടെ പകർച്ചയും അടുത്ത ഒരു തലമുറ എഴുന്നേൽപ്പിക്കാനുള്ള അധികാരവുമാകൊണ്ട് ഇന്ന് രാത്രി മുഖപക്ഷമില്ലാതെ സംസാരിക്കുന്ന തിരുവചനത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടാൻ നമുക്ക് മനസ്സ് വയ്ക്കാമെങ്കിൽ ആമേൻ ഈ ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് ദൈവം നിലവാരമുള്ള ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ആത്മാവിന് നമ്മെ കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ഇന്നുവരെ നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ ജീവസന്ധാരണത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു മടുത്ത ആമേൻ ദൈവമക്കൾ ഇന്ന് രാത്രി വചനത്തിന്റെ വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കത്താൻ തയ്യാറായാൽ ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിക്കുകയായിരിക്കത്തില്ല, ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥനയിൽ പോരാടുകയായിരിക്കും. അടുത്ത പ്രാർത്ഥനയെക്കുറിച്ച് ആലയത്തിന്റെ അകത്ത് വാർത്ത കേട്ടത് ആമേൻ പുരോഹിതനായ സക്കറിയാവ്. സക്കറിയാവിന്റെ അകത്തും ആമേൻ നീർന്ന ഒരു നൊമ്പരമുണ്ടായിരുന്നു. ആ നൊമ്പരമെന്ന് പറയുന്നത് ആമേൻ ദൈവിക ശുശ്രൂഷ ചെയ്യാൻ ഒരു തലമുറയുടെ അപര്യാപ്തതയെക്കുറിച്ചുള്ള ബോധമാണ് ആമേൻ സക്കറിയാവിനെ ആമേൻ വേട്ടയാടിയത്. ആ സക്കറിയാവിന്റെ പ്രാർത്ഥനകളിലാണ് ആമേൻ പ്രവാചക ശബ്ദം ഇല്ലാതിരുന്ന ദീർഘമായ കാലഘട്ടത്തെ മാറ്റിമറിച്ച് ദൈവത്തിന്റെ ശബ്ദവുമായി വന്ന് ആമേൻ പ്രവാചകനായി യോഹന്നാനെ ആമേൻ ഈ ലോകത്തിന് കൊടുക്കത്തക്ക തരത്തിൽ അവനെ തമ്പുരാൻ എഴുന്നേൽപ്പിച്ചത്. അടുത്ത കാലഘട്ടം നിങ്ങൾ നോക്കിക്കേ. ആമേൻ യൂദായുടെ ഭവനത്തിനകത്ത് കുറുകിക്കരയുന്ന ഒരു പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അവന്റെ പ്രാർത്ഥനയുടെ ശബ്ദം എന്തായിരുന്നു അറിയാമോ? കർത്താവേ, അങ്ങ് ആരാണ് എന്ന ചോദ്യത്തോടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ മനുഷ്യന്. അവൻ ദൈവസഭകളെ പണിതു. മ്ലേച്ഛതയുടെ കൊരിന്ത് പട്ടണത്തിനകത്ത് അവൻ സഭകളെ സ്ഥാപിച്ചു. ആമേൻ എഫേസോസ് പട്ടണത്തിനകത്ത് വിശുദ്ധന്മാരെ സൃഷ്ടിച്ചു. ആമേൻ ഗലാത്യ മണ്ഡലത്തിനകത്ത് നീ അവകാശിയാണെന്ന് വിളിച്ചു പറഞ്ഞു. ആമേൻ ചെങ്ങലയുടെ കിലുക്കം കേട്ട് കിടന്ന തടവറയ്ക്കകത്ത് പൗലോസ് പ്രാർത്ഥനാ നിരതനായിരുന്നത് നമ്മൾ കണ്ടു. റോമൻ സാമ്രാജ്യം ആമേൻ പരിഹാസത്തോടെ നായെന്ന് വിളിച്ചപ്പോഴും റോമൻ സാമ്രാജ്യത്തെ നോക്കിയിട്ട് ആമേൻ പ്രാർത്ഥനാ മനുഷ്യനായ പൗലോസിന് പറയാൻ കഴിഞ്ഞു, സുവിശേഷത്തെ പ്രതി എനിക്ക് ലജ്ജയില്ലെന്ന്. ഫിലിപ്പിയൻ തടവറയ്ക്കകത്തവനെ വലിച്ചെറിഞ്ഞപ്പോൾ അന്ന് രാത്രി അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദമാണ് ആമേൻ തടവറയ്ക്കകത്തെ അടിത്തറകളെ ഇളക്കി തെറിപ്പിച്ചിട്ട് ദൈവസാന്നിധ്യത്തെ ഇറക്കിക്കൊണ്ടുവന്നത്. ആ പൗലോസിന് ശേഷം വന്ന മനുഷ്യനാണ് എപ്പഫ്രാസ്. പൗലോസ് പറഞ്ഞു, അവൻ പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും പോരാടുന്നു. അവൻ അത് കഴിഞ്ഞ് രംഗത്ത് വന്നവനാണ്. പ്രാർത്ഥനയിൽ പട്ടണങ്ങളെ പിടിച്ചുകുലുക്കിയ ആമേൻ ചാൾസ് ഫിന്നി. അത് കഴിഞ്ഞു വന്ന മനുഷ്യനാണ് ആമേൻ ആമേൻ ജോൺ വെസ്ലി. അത് കഴിഞ്ഞിട്ട് നാം കാണുന്ന ആത്മമണ്ഡലത്തിൽ ആമേൻ പ്രശോഭിച്ചു നിന്ന മനുഷ്യനാണ് ജോർജ് മുള്ളർ. ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എന്റെ പ്രാർത്ഥനാ മുറികളിൽ കർത്താവ് ആരെന്ന് ചോദിക്കുന്ന ഈ തലമുറയുടെ പൗലോസുമാരെവിടെയാണ്? ഒരു പറ്റം ജനത്തെ തികഞ്ഞവരാക്കാൻ പ്രാർത്ഥനയിൽ ആത്മമണ്ഡലത്തെ പോരാടി തോൽപ്പിക്കുന്ന ഈ തലമുറയുടെ എപ്പഫ്രാസുമാരെവിടെ? കേൾക്കുന്നുണ്ടോ ആ ചോദ്യം? യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ പരിചയമുണ്ടെന്ന് ഭൂതങ്ങൾ വിറച്ചുകൊണ്ട് പറയത്തക്ക തരത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകുന്ന ആമേനൊരു പൗലോസിനെ ഇതിന്റെ അകത്ത് ദൈവത്തിന് കാണാൻ കഴിയുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നമ്മൾ വേഗത്തിൽ ചിന്തിച്ച ഈ വചനഭാഗങ്ങൾ സാധാരണ നടത്തി വരുന്ന പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന നടത്തണമെന്നൊരു തോന്നൽ ഹൃദയത്തിൽ തന്നവർക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവമാണ് നമ്മളെ സഹായിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ബലം തരേണ്ടത്. ഒരുപാട് പരാജയങ്ങളിലൂടെയും ഇടർച്ചകളിലൂടെയും കടന്നുപോയി കാണും. ആമേൻ. യഹോവയുടെ ഹൃദയം വേദനിക്കത്തക്ക തരത്തിലുള്ള ആത്മീക പരാജയങ്ങൾ, ശുശ്രൂഷാ മണ്ഡലത്തിന്റെ തോൽവികൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണും. ആമേൻ. തമ്പുരാന്റെ ഹൃദയം വേദനിക്കത്തക്ക തരത്തിൽ ഒരുപക്ഷെ ചില തേരിന്റെ പിന്നാലെ നാം ഓടി തളർന്നവരായിരിക്കാം. എന്നാൽ ഈ രാത്രി ദൈവശബ്ദം കേൾക്കാൻ വന്ന ദൈവത്തിന്റെ മനുഷ്യ, ദൈവത്തിന്റെ ഭക്തനെ, ദൈവത്തിന്റെ ദാസിയെ, ഈ രാത്രി നിന്റെ കരങ്ങളിൽ കിടക്കുന്ന അണലിച്ചുറ്റിനെ കുടഞ്ഞു കളയാൻ ഈ രാത്രി നിനക്ക് മനസ്സ് വയ്ക്കാമെങ്കിൽ ആമേൻ, അണലിയെ കത്തിച്ചു കളയുന്ന ഒരു അഗ്നിയെ ഇവിടെ കത്തിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്ന് മറന്നുപോകരുത്. ആമേൻ. ഒരു പുത്തൻ അധ്യായം നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാത്രി തുറക്കുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി മുതൽ എന്നെ പരാജയപ്പെടുത്തിയത് ഉൾപ്പെടെ ഞാൻ കണ്ട് ആത്മമണ്ഡലത്തിന്റെ അർദ്ധനാദിയാസിയാര അധികാരങ്ങളെ, വാഴ്ചകളെ, ആധിപത്യങ്ങളെ, പ്രഭുത്വങ്ങളെ, കർത്തൃത്വങ്ങളെ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ വെട്ടാൻ തയ്യാറായി. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ എഴുന്നേൽക്കാൻ മനസ്സ് വയ്ക്കുന്നു. അങ്ങന്റെ നാവിനെ ബലപ്പെടുത്തണമേ, അങ്ങന്റെ കരത്തെ ശക്തീകരിക്കണമേ, അങ്ങന്റെ ഉള്ളത്തെ ആമേൻ ഇന്ന് രാത്രി നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ശബ്ദങ്ങളും വചനങ്ങളും കൊണ്ട് ഈ രാത്രി എന്റെ നാവിനെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ. സാധാരണമായ പ്രാർത്ഥനയുടെ പോരാട്ടത്തിനായി ഈ തലമുറയിൽ ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് ലജ്ജയില്ലാതെ എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ദുരഭിമാനമില്ലാതെ ഇന്ന് രാത്രി ആമേൻ വചനത്തിന്റെ മുൻപാകെ സമർപ്പിക്കാൻ ഈ രാത്രി എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആമേൻ. അർദ്ധമാനഘടകസിയാര പ്രവാചകൻ ആമേൻ രാത്രി മുഴുവനും ഉറങ്ങാതെ വിലപിച്ചത് ആമേൻ യഹോവയുടെ ഹൃദയത്തിന്റെ നൊമ്പരമറിഞ്ഞിട്ടാണെങ്കിൽ ആമേൻ ഈ രാത്രി പ്രാർത്ഥിക്കുക. കർത്താവേ, വർത്തമാന കാലഘട്ടത്തിൽ യഹോവയുടെ ഹൃദയത്തിന്റെ നൊമ്പരമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ ഈ രാത്രി എന്റെ മേൽ പകരുക. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. വചനം നിന്റെ അകത്തെ സ്പർശിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അധരത്തിന് അടച്ചു വെക്കാൻ കഴിയത്തില്ല. വചനം നിന്റെ ആമേൻ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ നാവിനെ അടയ്ക്കാൻ നിനക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ആ വചനത്തിലൂടെ നിന്റെ മേൽ വ്യാപരിച്ചത് പ്രാർത്ഥനയുടെ വരമാണ്. ആ വചനം ഈ രാത്രി നിന്റെ മേൽ പകർന്നത് പ്രാർത്ഥനയുടെ ആത്മാവിനെയാണ്. ആ വചനത്തിന്റെ സത്യം ഈ രാത്രി നമ്മുടെ മേൽ പകർന്നത് പ്രാർത്ഥനയുടെ വരമാണെങ്കിൽ ആമേൻ കാരാഗ്രഹങ്ങളെ പ്രാർത്ഥനാമുറികളാക്കി സഭകളെ പണിയുന്ന അതേ പ്രിയരെ ഈ രാത്രി നീ അനുഭവിക്കുന്ന സകല പ്രതികൂലങ്ങളുടെ തടവറകൾക്കകത്തും ഈ രാത്രി സഭകളെ പണിയുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഈ രാത്രി ചലിച്ച് ഇറങ്ങുകയാണ്. അധികാരങ്ങളോട് പോരാടുന്ന, വാഴ്ചകളോട് പോരാടുന്ന, അന്ധകാര മണ്ഡലങ്ങളോട് പോരാടുന്ന ആമേൻ നിന്റെ ശുശ്രൂഷയുടെ മുൻപിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ മറകളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്ന അതിശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവ് ഈ പ്രാരംഭ മണിക്കൂറിൽ നിന്റെ മേൽ ഈ രാത്രി ഇറങ്ങി വരട്ടെ. വെളിപ്പാടിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ജ്ഞാനത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വചനത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന വചനത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളി ഈ രാത്രി നമ്മുടെ ഉള്ളിൽ ചലിക്കട്ടെ. ഏഴെമിറേറ്റ്സിലേക്കും ഈ രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിനെ സ്വർഗം അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സഭകൾ ഈ രാത്രി വിശാലപ്പെടാൻ പോകുന്നതിനായി അഭിഷിക്തന്മാർ അസാധാരണമായ ആത്മപകർച്ചയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിനായി കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ.
വചനമുള്ളത്തിൽ കത്തിച്ചവൻ ഈ രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിൽ കത്തട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥന പോരാളികളെ ഒരു തലമുറ ഈ രാത്രി എഴുന്നേൽക്കട്ടെ. ഉടവർത്തി മനകർത്തി മനകക്ഷി വലകർത്തി മനകപ്പ വരയത്തി ജനകത്തി അടകക്ഷി വനകർമ്മ ദലകച്ച ദലകപ്പരാധന അടക നഗദിനി അടമ ധിനാജി ധനപ്രഭു ദലകസി ധാന റിവാന ഘടക അടക ക്ഷണപ്രഭ തൽഖമന ഹസ്തജാന വേദകർമ്മി ധാനകക്ഷി ധാനഘട്ട വലകച്ചാന. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവിക അധികാരങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന ചില തേരുകളുടെ മുന്നേ ആകാശത്തെ തുറന്ന് വെള്ളവും അഗ്നിയും ഇറക്കുന്ന അസാധാരണ നിയോഗമുള്ള ഒരു തലമുറ ഈ രാത്രി ഇതിനകത്ത് പുറത്തു വരട്ടെ. നിന്റെ ശുശ്രൂഷകളുടെ പുറപ്പിനെ മാറ്റിക്കളഞ്ഞ് ആമേൻ ചില വെല്ലുവിളികളെ മാറ്റിക്കളയുന്ന അതിശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവ് ഈ രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. Rakamana sete mene hashare kamadanaya laidi biri kamal kama seti ni ribishi alaradana adebe seke mana handuni dula janadiya leke masham dhanari balagadaga siyara ade kartave തിരുനിവാസത്തിങ്കൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പോരാളിയായി ഈ രാത്രി ഞാൻ എഴുന്നേൽക്കുകയാണ്. എന്റെ കണ്ണിന് വിശ്രമമില്ലാതെ, എന്റെ അതരം അടയ്ക്കാൻ കഴിയാതെ വചനം എനിക്ക് നൽകുന്ന ഉൾക്കാഴ്ചയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആമേൻ. ദിക്കുകളോട് കൽപ്പിക്കുന്ന, രാജ്യങ്ങളോട് പ്രവചിക്കുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയുടെ അഗ്നി. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ഫലങ്ങളാലും നിറയപ്പെട്ട ആമേൻ ആത്മാവിന്റെ അഗ്നിച്ചൂടിൽ പ്രവാചകന്മാരുടെ ആമേൻ അധികാരമേറ്റെടുത്തോടുന്ന ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, ആമേൻ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി സാമുവേലുമാരെ ഗർഭം ധരിക്കുന്ന ആമേൻ പ്രാർത്ഥന പോരാളികൾ എഴുന്നേൽക്കുക. മ്ലേച്ഛതയുടെ കൊരിന്തിനകത്ത് ദൈവസഭ പണിയാനുള്ള അധികാരം, എഫേസോസ് പട്ടണത്തിനകത്ത് വിശുദ്ധന്മാരെ സൃഷ്ടിക്കുന്ന ദൈവിക അധികാരം, എല്ലാ നാവും ചലിക്കട്ടെ, എല്ലാ നാവും ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും തുറക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് ഒന്നുപോലെ ഒന്നുപോലെ സകലരുടെ മേലും അടമനഘടക ഹനഘടകരഹസ്യര നഷ്ടപ്പെടുന്നത് തിരികെ പിടിക്കുന്ന ആമേൻ. കഴിഞ്ഞു പോയി എന്ന് നീ ചിന്തിച്ചു ഭാരപ്പെടുന്ന ചില മണ്ഡലങ്ങളെ ആമേൻ തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളായി ഓ രാമ സധനാദിയ ലഖമേ സാധനാരിയ ലഗേമാന ഹസ്തജാന ധൂപാരഗർമന അടവ പ്രവസിയ മനഗചാരദാന ധീവൽ കർമ്മവേദ അടഗക്ഷമന ദൽഖമന വർധന പ്രവസിയ അന്ധനായ ആമേൻ. പ്രാർത്ഥനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി ഈ രാത്രി സ്വർഗം പറയട്ടെ, അവൻ പ്രാർത്ഥിക്കുന്നെന്ന്. പ്രാർത്ഥിച്ച പൗലോസിനെ കുറിച്ച് അനനിയാസിനോട് അവൻ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ സ്വർഗം ഈ രാത്രി നിന്നെ കുറിച്ചും എന്നെ കുറിച്ചും അവൻ അനനിയാസുമാരോട് പറയട്ടെ, അവൻ പ്രാർത്ഥിക്കുന്നു. ഓ എത്ര കരങ്ങൾ ഈ രാത്രി സ്വർഗത്തിലേക്ക് ഉയരും. എന്റെ രാത്രിയാമങ്ങൾ കർത്താവേ, ആത്മമണ്ഡലത്തിൽ വെളിപ്പാടോടെ നിന്ന് പ്രാർത്ഥിച്ച് കത്തുന്ന ഒരു പ്രാർത്ഥനയുടെ അഗ്നി പ്രാപിക്കേണ്ട ഇന്ന് രാത്രി എന്റെ കരങ്ങൾ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നെന്ന് പറയുന്ന എന്റെ രാത്രികൾ, എന്റെ മുറിക്കകത്ത് പ്രാർത്ഥനയുടെ ആത്മാവിന്റെ ചലനം ഞാൻ അറിയട്ടെ.
പ്രാർത്ഥനാ പോരാളികളെ എഴുന്നേൽപ്പിനായുള്ള ഈറ്റുനോവ് കൊണ്ട് ഈ രാത്രി ഞങ്ങളെ നിറയ്ക്കണമേ. എത്ര കരങ്ങൾ ഈ രാത്രി ഉയരും. അങ്ങയുടെ പക്കൽ നിന്നൊരു നിയോഗം ഏറ്റെടുക്കാൻ ഞങ്ങളെ സമർപ്പിക്കുമെന്ന് പറയാം. പ്രാർത്ഥനയുടെ മടുപ്പുകൾ, പ്രാർത്ഥനയുടെ അലസതകൾ, പ്രാർത്ഥനയുടെ വിരസതകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഉപേക്ഷിക്കുമെന്ന് പറയാം. എന്റെ മുറിക്കകത്ത് പ്രാർത്ഥന പായയിൽ ഒരു യുദ്ധം വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കാം. അധികാരങ്ങളെ തിരിച്ചറിഞ്ഞ്, ആത്മമണ്ഡലത്തെ തിരിച്ചറിഞ്ഞ്, വാഴ്ചകളെ തിരിച്ചറിഞ്ഞ് പൊരുതാൻ രക്തം. എത്ര കരങ്ങൾ ഉയരും. പ്രിയപിതാവേ, ഉയർത്തപ്പെട്ട സകല കരങ്ങളുടെ ഉടമസ്ഥർക്കായും സ്തോത്രം ചെയ്യുന്നു. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോരാളികൾ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദീർഘമായ കാലയളവ് ഒരുപക്ഷെ ശുശ്രൂഷയിൽ കത്തിയെങ്കിലും പിന്നീട് ആമേൻ പ്രതികൂല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പ്രാർത്ഥനകൾ നിന്നുപോയ ആമേൻ വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി അങ്ങയുടെ പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവരെ ദൈവാത്മാവ് തിരികെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി അത്ഭുതങ്ങളെ ചെയ്യും. ഇൻ ജീസസ് നെയിം. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും?